ശ്രീ സജി നന്ദ്യാട്ട്, ഇന്നിപ്പോൾ ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷം ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ നടത്തുന്ന വെളിപ്പെടുത്തൽ, അത് ഒരാളിൽ നിൽക്കില്ല. യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ മറ്റാരൊക്കെയോ ഇത് ഉപയോഗിക്കുന്നു എന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇയാൾ നൽകിയ വിവരത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ടെക്നീഷ്യൻസ് ഉണ്ട്, സിനിമാ മേഖലയിൽ ഇത് വരുന്ന വഴിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതൊരു സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത നിങ്ങൾ എങ്ങനെ കാണുന്നു? ഞാനിപ്പോൾ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന് മാത്രമല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ്. സിനിമാ ചേംബറോ പ്രൊഡ്യൂസറോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സിനിമാ മേഖലയിലെ ഈ പറഞ്ഞ ലഹരി ഉപയോഗത്തിൻ്റെ കണ്ണികൾ ഇതിലുണ്ട്, സംശയം തിരിക്കുന്നു. കാരണം സിനിമാ മേഖലയിലേക്ക് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഈ ലഹരി എന്ന് പറയുന്നത് എത്തിക്കുന്ന അതേ ആൾക്കാർ തന്നെ മറ്റു പല നടന്മാർക്കും ഇത് എത്തിക്കുന്നുണ്ട്. ഇതൊരു വലിയ കണ്ണിയാണ്, ഇതൊരു വലിയ ചെയിനാണ്. ഇത് പോലീസും എക്സൈസും ശക്തമായ തലത്തിൽ അവർ ഇതിന് നിയമപരമായി മാത്രമല്ല ശക്തമായ അന്വേഷണം വളരെ ഗൗരവമായി അവരിതിനെ ഗവൺമെൻറ് ഉൾപ്പെടെ കണ്ടാൽ ഇത് നമുക്കൊരു പരിധിവരെ ഇതിൻ്റെ സോഴ്സ് അവസാനിപ്പിക്കാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, തെളിവുണ്ടോ തെളിവില്ലയോ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊണ്ടി മുതലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ ദുർബലമായ വകുപ്പാണ് ഇവിടെ നിയമവിദഗ്ധർ, അതൊരു SP, റിട്ടയർഡ് SP-യും അതുപോലെ പ്രിയദർശൻ തമ്പിയെ പോലെയുള്ള വിദഗ്ധരും ഒക്കെ ഇവിടെ അഭിപ്രായപ്പെടുമ്പോൾ ഇത് നമ്മളെ വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ്. കേവലം ഒരു ചർച്ച കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഇത് നമ്മൾ മറക്കുന്നു. വീണ്ടും പറഞ്ഞല്ലേ, ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ ശ്രീനാഥ് ബാസിയെ ഞങ്ങൾ മാറ്റി നിർത്തിയപ്പോൾ ഈ ചാനലുകളെല്ലാം കൂടെ ഈ ആളുടെ തൊഴിൽ ഞങ്ങൾ എന്തിനാണ് മുടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെക്കെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കുക ചെയ്തത്. അപ്പോൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ചാനലുകൾ ഉൾപ്പെടെ നമ്മുടെ മുഴുവൻ പൊതുസമൂഹം ഉൾപ്പെടെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് രംഗത്ത് വരുമ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ മാത്രമല്ലോ നമ്മുടെ സമൂഹം, സിനിമയിൽ നിന്നും ഇത്തരം ഈ പറഞ്ഞ ലഹരി ഉപയോഗം മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്, നല്ലൊരു ഇൻഡസ്ട്രി നമുക്ക് കിട്ടും. ഇവിടെ ഷൈൻ ടോം ചാക്കോയെ ഉൾപ്പെടെയുള്ളവരെ ശക്തമായി ശിക്ഷിക്കണം. ഇദ്ദേഹത്തിൻ്റെ 3 ഫോൺ ഉപയോഗിച്ച ഷൈൻ ചാക്കോ ഇന്ന് ഒരു ഫോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്കി ഫോണിനെ കുറിച്ച് അന്വേഷിക്കണം പോലീസ്. ആ ഫോണിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കും, അതിൽ നിന്ന് നമുക്ക് ഒത്തിരി തെളിവുകൾ ലഭിക്കും. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചുകൊണ്ട് ഇതിനെ കണ്ണുകളെ മുഴുവൻ വെളിയിൽ കൊണ്ടിരുന്ന വലിയൊരു പ്രോസസ്സിങ്ങിന് പോലീസ് തയ്യാറാവണം. അതല്ലാതെ വെറുതെ ചാനലുകളെല്ലാം 2-3 ദിവസമായി ഇങ്ങനെ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു ഐ വാഷിംഗ് പോലെ ഇത് കാണരുത് എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ അതായത് ഷൈൻ ടോം ചാക്കോയെ പോലീസ് അവിടെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഷൈൻ്റെ പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വരികയാണ്. അമ്പാട്ട് ഫിലിംസിന്റെ ബാനറിൽ റോബിൻസ് മാത്യു നിർമ്മിച്ച് GM മനു സംവിധാനം നിർവഹിക്കുന്ന ദി പ്രൊട്ടക്ടർ എന്ന സിനിമ, അതിന്റെ പോസ്റ്ററാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന ബൈബിൾ വാചകം ടാഗ്ലൈൻ ആക്കിയിട്ടാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ത് മെസ്സേജാണ്? ഈ സമയത്ത് ഷൈൻ ടോം ചാക്കോ ഈ ഓട്ടം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ട മെസ്സേജ് പോലെ തന്നെ ചുണ്ടിൽ എരിയുന്ന സിഗരറ്റുമായി നിൽക്കുന്ന ഷൈൻ്റെ ചിത്രത്തോടു കൂടിയുള്ള ഈ ടാഗ്ലൈനിൽ വന്നിരിക്കുന്ന പോസ്റ്റർ. അപ്പോൾ നിങ്ങളുടെ സിനിമാ മേഖലയിൽ നിന്നും ഇതിൽ ഒരു വെല്ലുവിളിയുടെ സ്വരം ഉയരുന്നുണ്ട്. അത് ഞങ്ങളല്ല, ഞങ്ങളിൽപ്പെട്ടവരല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, സിനിമാ മേഖലയിൽ നിന്ന് ഒരിക്കലും ഒരു വെല്ലുവിളി ഉണ്ടാവില്ല. കാരണം ഈ മേഖല ശുദ്ധീകരിക്കപ്പെടണം. ഇവിടെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും? സിനിമാ മേഖലയിൽ പണം മുടക്കുന്നവരാരും ആയിരിക്കില്ല. ഇത് പറയില്ല, പൊട്ടന് ലോട്ടറി അടിച്ച പോലെ കുറേ കാശ് കയ്യിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പൊട്ടൻ ബോട്ട് കേട്ട പോലെ കോടാനുകോടി രൂപ ഇവർക്ക് ലഭിക്കുകയാണ്. ഇറങ്ങുമ്പോൾ ആരാധകര്, ഇവർക്ക് ചുറ്റും ഇവർക്ക് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഒരു സമൂഹം. ഇത് കാണുമ്പോൾ ഇവർ നിലമറന്ന് ഇവർ പെരുമാറുകയാണ്. നമ്മുടെ മലയാളത്തിലെ എത്രയോ നല്ല പ്രതിഭകളായ ആർട്ടിസ്റ്റുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോ, വളരെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 3-4 പേര് ഇവിടെ പറയാത്തത് അറിഞ്ഞുകൊണ്ടല്ല, വെറുതെ അവർക്ക് നമ്മൾ വീണ്ടും ഒരു ഭയാനകരമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കേണ്ടതെന്ന് ഓർത്താണ്. മലയാളത്തിലെ പ്രമുഖരായ ഈ യുവജനങ്ങളുടെ ഇടയിൽ 3-4 ചെറുപ്പക്കാർ സംഭവിക്കാൻ പോകുന്നത് കണ്ടോണം, സമീപ ഭാവി നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മാതാപിതാക്കൾക്ക് ഇവരുടെ മേലൊരു കമാൻഡിങ് ഇല്ല. ഇവർ ഡി അഡിക്ഷൻ സെന്ററിൽ ചെന്നാലും ഇവർ രക്ഷപ്പെടില്ല. കാരണം 2015 കൊക്കൈൻ കേസിൽ പ്രതിയാണ് ഷൈൻ. അത് കേരളത്തിലെ ആദ്യത്തെ കേസാണ് കൊക്കൈൻ പരമായി ബന്ധപ്പെട്ട്. അതിനുശേഷം 2025 നമ്മൾ സംസാരിക്കുകയാണ്. 10 വർഷമായിട്ട് ഷൈൻ ചാക്കോ നന്നായിട്ടില്ല. ആ ഷൈൻ ചാക്കോയാണോ ഇനി റീ അഡിക്ഷൻ സെന്ററിലോ എവിടെ പോലും രക്ഷപ്പെടുന്നത്? അല്ല. ഈ ആളെ മാറ്റി നിർത്താൻ ഇവിടുത്തെ മുഴുവൻ സിനിമാക്കാരും
അതിന് വിലക്കെന്നല്ല പറയാ. ആരും ഇയാളെ തിരസ്കരിക്കണം. അത് നിർമ്മാതാക്കൾ എന്ന് പറയുന്നവർ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നവരല്ല. അവരുടെ ഇഷ്ടമാണ് സിനിമ പിടിക്കണോ വേണ്ടയോ എന്നുള്ളത്. അതിനൊരു സംഘടനയ്ക്കും ഇടപെടാൻ പറ്റില്ല സ്മൃതി. കാരണം അവരെ എക്കണോമിക് റൈറ്റാണ് ഞങ്ങളെങ്ങനെ ഇടപെടും. പക്ഷെ ഇത്തരക്കാരെ അകറ്റണം, ഇത്തരക്കാരെ ത്യജിക്കണം, ഇത്തരത്തിലുള്ളവരെ സിനിമാ മേഖലയിൽ കൊണ്ടുവരരുത്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സിനിമാ മേഖലയിൽ പ്രേക്ഷകരുടെ എണ്ണം കുറയുന്നു, തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നില്ല. ഈ മേഖലയോട് ഒരു അനിഷ്ടം പ്രേക്ഷകർക്ക് ഉണ്ടാവുന്നു. വിൻസിയുടെ വെളിപ്പെടുത്തൽ, വിൻസി നൽകിയ പരാതി, അതുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ഈ ചർച്ചകൾ തുടങ്ങുന്നതും ഈ ഷൈൻ ടോം ചാക്കോയിലേക്ക് അന്വേഷണം എത്തുന്നതും. വിൻസി ഈ സിനിമാ സെറ്റിൽ ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണിപ്പോൾ സൂത്രവാക്യം സിനിമയുടെ സംവിധായകരും നിർമ്മാതാവുമൊക്കെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? അവിടെ IC ഉണ്ട് എന്ന് പറയുന്നു. IC ഉണ്ടെങ്കിൽ ICയിൽ പറഞ്ഞതായിരിക്കും. പക്ഷേ നിർമ്മാതാവും സിനിമയുടെ സംവിധായകനും ഒന്നും അറിയാത്ത പരാതി ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ കഥ? അല്ല, അത് അവരോട് തന്നെ ചോദിക്കണം. കാരണം ICക്കാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ സംഘടനകൾക്കപ്പുറം ഒരു യൂണിറ്റിൽ IC ഉണ്ട്. ആ യൂണിറ്റിൽ IC ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം അത് സൈൻ ചെയ്ത ആൾ ഞാനാണ്. പക്ഷേ ആ IC പ്രവർത്തിക്കണം എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് 7 സംഘടനകൾക്ക്, ഫിലിം ചേംബറിനല്ല ഉത്തരവാദിത്തം. നോക്കൂ, IC പ്രവർത്തിക്കുമ്പോൾ ഈ സംവിധായകൻ അറിയുമല്ലോ, സംവിധായകനോട് സംസാരിച്ചു എന്നൊക്കെയാണ് വിൻസി നമ്മളോട് പറഞ്ഞത്. സംവിധായകനും നിർമ്മാതാവിനും ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് വിശ്വസിക്കാനാവുക? ഒരു വാർത്താ സമ്മേളനം നടത്തി എങ്ങനെയാണ് ഇത് പറയുക? വിൻസിക്ക് പിന്തുണ എന്നൊരു വസ്തു പറയുന്നു, അതോടൊപ്പം ഞങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ നിർമ്മാതാവുമായിട്ട് ഞാൻ സംസാരിച്ചതാണ് 3 ദിവസം മുമ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുക, വിൻസി അവിടെ വെച്ച് പരാതി പറയുകയും തങ്ങൾ ഒരുമിച്ച് ഈ കാര്യത്തിൽ വിൻസിക്ക് വേണ്ടി കൂടെ നിന്നെന്നും വിൻസി ഉൾപ്പെടെ എന്നോട് സംസാരിച്ചതാണ്. പിന്നെ എനിക്കറിയില്ല എന്തിനാണ്ട് മാറി പറയുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു ആന്ധ്ര സ്റ്റേറ്റുകാരനാണ്, അമേരിക്കയിലെ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹവും ഞാനും തന്നെ സംസാരിച്ചാണ്. പിന്നെ എന്താണ് ഇതിനകത്ത് മാറ്റം ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം പരാതി നൽകാതെ എങ്ങനെ പ്രശ്നം അറിയും? പരാതി ലഭിക്കാതെ എങ്ങനെ നടപടി സ്വീകരിക്കും? പരാതി ഉയർന്നപ്പോൾ മുതൽ വിൻസിയുമായി ബന്ധപ്പെട്ടിരുന്നു. വിൻസിയുടെ തുറന്നു പറച്ചിലെ സ്വാഗതം ചെയ്യുന്നു. സെറ്റിൽ ആർക്കും പ്രശ്നത്തെ പറ്റി അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഷൈനും പറയുകയാണ് ഞാൻ വിൻസിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന്. രണ്ടു ഭാഗത്തുനിന്നും വരുന്ന പ്രതികരണങ്ങൾ നോക്കൂ. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നിന്നും പരാതി വെളിയിൽ പോയി എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞു വരുത്തി പലരും, വിൻസിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഇതിനകത്ത് ആരൊക്കെയോ എന്തൊക്കെയോ പ്ലേ ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് ആരൊക്കെയോ വിദൂഷ വേഷം കെട്ടുന്നുണ്ട്, ഇതിനകത്ത് പലരും പലതരത്തിലുള്ള കളികൾ നടത്തുന്നുണ്ട്. സംശയം എന്തിരിക്കുന്നു? അതുകൊണ്ട് ഇതിനകത്ത് ഇവരെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് അകത്തുണ്ടാവാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കില്ല. ഇവിടെ ശുദ്ധീകരിക്കപ്പെടണം. സ്ട്രെയിറ്റ് ആണ് നമ്മുടെ കാര്യങ്ങൾ. വിൻസി പരാതി റിട്ടേൺ ആയി കൊടുത്തിട്ടില്ല. പക്ഷെ മറിച്ച് ഇപ്പോൾ ICക്ക് പരാതി കൊടുത്തു എന്നാണ് വിൻസി ഞങ്ങളോട് പറഞ്ഞത്. അതിന്റെ ഒരു കോപ്പി പ്രൊഡ്യൂസർ അസോസിയേഷനും അമ്മയ്ക്ക് ആദ്യം പരാതി കൊടുത്തു, അതിനുശേഷം മോണിറ്ററിംഗ് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. ഇപ്പോൾ മാറ്റി മറിച്ച് ആരെങ്കിലും പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. തെറ്റിദ്ധാരണയ്ക്കിടയാകാൻ പാടില്ല. കൂടാതിരിക്കാൻ പറ്റില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് IC പ്രതികരിച്ചോ, അതാ എന്റെ അറിവ്. പ്രൊഡ്യൂസറോ ഡയറക്ടറോ പ്രതികരിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രൊഡ്യൂസറോ ഡയറക്ടർക്കോ അല്ല. ഒന്നാമത്തെ കാര്യം IC പ്രവർത്തിച്ച് ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പറയേണ്ട കാര്യമില്ല. അതിനൊക്കെ ഒരു രഹസ്യാത്മകതയുണ്ട്. പറയേണ്ടത് ICയോടാണ്. IC 2 കൂട്ടരോടും ഈ കാര്യങ്ങൾ ചോദിക്കും. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ. നിങ്ങൾക്കൊരു മോണിറ്ററിംഗ് സമിതി ഉണ്ടല്ലോ, അതിന്റെ പ്രവർത്തനത്തിൽ ഈ പറയുന്ന നിർമ്മാതാവുമായിട്ടും ഈ പറയുന്ന സംവിധായകരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സുപ്രീം അതോറിറ്റി IC ആണ്. ആ ലൊക്കേഷനിൽ ICക്ക് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. ഇത് ഞങ്ങൾ ആരും തന്നെ ഒരു സംഘടനയും ഉണ്ടാക്കിയ നിയമമല്ല. ഇത് ഹൈക്കോടതി വിധി പ്രകാരം, വനിതാ കമ്മീഷന്റെ നിയമപ്രകാരം, ICയെ കുറിച്ച് IC എന്താണ് എന്നുള്ള കാര്യം താങ്കളോട് വിശദീകരിക്കേണ്ട. അതൊക്കെ കാലങ്ങളായി ഇവിടെ നിലവിൽ വന്നിട്ട് IC സിനിമാ മേഖലയിൽ എത്രത്തോളം കാലമായി അത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നതാണ് നിങ്ങൾക്കതിലുള്ള ഒരു പുതുമ.
സ്മൃതി പരുത്തിക്കാട്.